ഏകാദശി സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് രാവിലെ എണീറ്റ് കുളിച്ചു ഭഗവാന് വിളക്കെത്തിക്കാൻ പോവുകയാണ്. അപ്പം ഭഗവാന് വിളക്കെത്തിച്ചിട്ട് കുറച്ച് നാമൊക്കെ ജപിച്ച് നമുക്ക് വിഷ്ണു സഹസ്രനാമം, നാരായണ കവചം, നാരായണീയം ഒക്കെ വായിക്കാം. പക്ഷെ എപ്പോഴും നമ്മൾ ഭഗവാനോട് പരാതിയും പരിഭവവും നമ്മുടെ ആവശ്യങ്ങളും മാത്രമാണ് പറയുന്നത്. അപ്പം അതൊക്കെ ഇന്ന് നമുക്ക് നിർത്താം. ഇന്ന് നമുക്ക് ഒരാവശ്യമില്ല. ഭഗവാന്റെ അടുത്ത് നമ്മൾ അങ്ങോട്ട് സമർപ്പിക്കുകയാണ് നാരായണ നാമം കൊണ്ട്. അപ്പോൾ ഭഗവാൻ എപ്പോഴും ഇഷ്ടം നമ്മൾ പുള്ളിയോട് സംസാരിക്കുന്നതാണ്. ഒരാളോട് എങ്ങനെയാണോ നമ്മൾ സംസാരിക്കുന്നത് ആ രീതിയിൽ നമ്മൾ ഗുരുവായൂരപ്പനോട് സംസാരിച്ച് നോക്ക്. അതിൻ്റെ ഫലം നിങ്ങൾ ചിന്തിക്കുന്നതിലപ്പുറത്താണ് കേട്ടോ. നമ്മളെപ്പോഴും ഒരാളോട് സംസാരിക്കുന്ന രീതിയിൽ ഭഗവാനോട് എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കുക. നമ്മൾ സങ്കടമായാലും ദേഷ്യമായാലും എല്ലാം. പക്ഷെ ഇന്നത്തെ ദിവസം വേണ്ട, ഇന്ന് നമുക്ക് നാരായണ ജപം അത് മാത്രം മതി കേട്ടോ. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴികാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവ പശുവേ നിന്നാവിൽ അമൃതം പോലിയുറിയിടുക നാരായണ നാമം, ഹരിനാരായണ നാമം. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴികാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ നാമം, ഹരിനാരായണ നാമം. പീതാംബരമീ സന്ധ്യകൾ രാവാം പയ്യെല്ലാം വാർക്കുന്നു പാൽമാധുരിയല്ലോ. നീയുന്നു പീതാംബരമീ സന്ധ്യകൾ രാവാം പയ്യെല്ലാം വാർക്കുന്നു പാൽമാധുരി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഏകാദശിയുടെ തലേദിവസമാണ് ഇന്ന്. അപ്പം ഇന്ന് നമ്മൾ വ്രതത്തിലല്ലേ, ഒരിക്കലും നിർബന്ധമായിട്ട് വേണം കേട്ടോ. അപ്പം രാവിലെ ഉപ്പുമാവോ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് നമുക്ക് ഒരു ചെറിയ രീതിയിൽ, അങ്ങനെ വയറ് നിറച്ചൊന്നും കഴിക്കണ്ട, ഒരു ചോറ് കഴിക്കാം. അല്ലെങ്കിൽ തൈര് സാദമോ അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി കൂട്ടിയിട്ട് അരി ആഹാരം കഴിക്കാം. രാത്രിയിലൊന്നും കഴിക്കാതിരിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. തീരെ വയ്യാത്തവരോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ഗോതമ്പ് ഉപ്പുമാവോ ഗോതമ്പ് കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് നാമജപമാണ്. ഇന്ന് ശരിക്കും നമുക്ക് വേണ്ടത് നാമജപമാണ്. അപ്പം ഞാൻ വിഷ്ണു സഹസ്രനാമമാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഫസ്റ്റ് വായിക്കാൻ. അപ്പം നമ്മൾ വിഷ്ണു സഹസ്രനാമം ഫുള്ളായിട്ട് വായിക്കുക. അത് കഴിഞ്ഞിട്ട് നാരായണ കവചം ചൊല്ലാം. നാരായണ നാരായണ നാരായണ, ഇത് മാത്രമേ ഇന്ന് ശരണം, ഇന്നും നാളെയും. അപ്പം അത് മറക്കുകയേ ചെയ്യരുത് കേട്ടോ. നമ്മളുടെ പ്രാർത്ഥനയാണ് ഭഗവാന്റെ ഏറ്റവും വലിയ വഴിപാട്. അല്ലാതെ നമ്മൾ ഒരുപാട് വഴിപാട് കൊണ്ടുപോയി ഭഗവാന് ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഒത്തിരി പൈസയുടെ വഴിപാടൊന്നും ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മളുടെ മനസ്സ് ശുദ്ധിയായിട്ട് നമ്മൾ നല്ല നാമജപം കൂട്ടുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ മറ്റ് പല തെറ്റുകളും ചെയ്യുന്നത് ഒഴിവാകും. ചിലപ്പോൾ നമ്മൾ മറ്റുള്ള ആൾക്കാരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നതാവാം, അറിഞ്ഞും അറിയാതെയും പറയുന്നതാവാം. അപ്പം അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നും നാളെയും ഒന്നും വേണ്ട. ഇതാണ് നാരായണീയം. നമ്മളെല്ലാ ദിവസവും വായിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നാരായണീയത്തിൽ നമുക്ക് ആദ്യം ഈ ഒരു പാരായണ സങ്കല്പം എന്നുള്ള പ്രാർത്ഥന വായിച്ചിട്ട് ഈ ശ്രീനാരായണ കവചം അത് സ്ഥിരമായിട്ട് വായിക്കാട്ടോ. ശ്രീനാരായണ കവചം വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ദൃഷ്ടിദോഷവും നമ്മളെ ബാധിക്കില്ല. കാരണം നാരായണൻ നമുക്കൊരു കവചം സൃഷ്ടിച്ചിരിക്കും. നാരായണ നാമം, നാരായണ നാമം.
നാരായണീയം നമുക്കിങ്ങനെ ഒരു നോട്ട് ബുക്കിലേക്ക് എഴുതിയിട്ട് ഗുരുവായൂർ സമർപ്പിക്കാം കേട്ടോ. അതൊക്കെ ഒരു പ്രാർത്ഥനയായിട്ട് വെക്കാം. അതുപോലെ ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഇതുപോലെ നോട്ട് ബുക്കിലൊക്കെ എഴുതിയിട്ട് ഭഗവാന് കൊണ്ട് സമർപ്പിക്കാം. ഇതൊക്കെ വലിയ വഴിപാടാണ്, നമ്മളെ പ്രാർത്ഥനയാണ്. മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി നാരായണീയം രചിച്ചത് മലയാള മാസമായ വൃശ്ചിക മാസത്തിലാണെന്ന് പാരമ്പര്യമായി പറയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാസം നാരായണീയം വായിക്കുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ്. നാരായണീയത്തെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ഇടുന്നതായിരിക്കും, അധികം താമസിയാതെ തന്നെ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.